വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവശ്യവസ്തുക്കളുടെ കിറ്റ് UDF വിതരണം ചെയ്യുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സമാഹരിച്ച സാമഗ്രികൾ ഉൾപ്പെടുത്തി കിറ്റ് ആദ്യഘട്ടത്തിൽ കൽപ്പറ്റയിലെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന 2000-ഓളം വരുന്ന കുടുംബാംഗങ്ങൾക്കാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്നത്. അരിയും പലവ്യഞ്ജനങ്ങളും മറ്റ് അവശ്യവസ്തുക്കളും അടങ്ങുന്ന ഒരു കിറ്റ്, പുതിയ വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും അടിവസ്ത്രങ്ങളും ഉൾപ്പെടുന്ന മറ്റൊരു കിറ്റ്, പായയും സ്വെറ്ററും ഉൾപ്പെടുന്ന മൂന്നാമതൊരു കിറ്റും ഉൾപ്പെടെ 38 ഇനങ്ങളുടെ 3 കിറ്റുകളായാണ് ഒരു കുടുംബത്തിന് എത്തിക്കുന്നത്. മീനങ്ങാടിയിലെ കളക്ഷൻ സെന്ററിൽ ആദ്യഘട്ട വിതരണത്തിനുള്ള കിറ്റുകൾ വഹിച്ചുള്ള വാഹനങ്ങൾ EP അനിൽകുമാർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. MLAമാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ, KK അഹമ്മദ്, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, T മുഹമ്മദ്, KL പൗലോസ്, PK ജയലക്ഷ്മി, PP അലി, KE വിനയൻ, NK റഷീദ്, NK വർഗീസ്, DJ ഐസക്, പ്രഭാകരൻ നായർ, ഷംഷാദ് മരക്കാർ, റസാഖ് കൽപ്പറ്റ, വിനോദ്, മാടക്കര അബ്ദുള്ള, MG ബിജു, ബിനു തോമസ്, NU ഉലഹന്നാൻ, ബീന ജോസ്, OR രഘു, വർഗീസ് മുരിയൻകാവിൽ, മനോജ് ചന്ദനക്കാവ്, ബേബി വർഗീസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അടുത്ത ഘട്ടത്തിൽ മാനന്തവാടി, ബത്തേരി നിയോജകമണ്ഡലങ്ങളിലെ ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.